മനുഷ്യൻ കാൽ കീഴിലെ മണ്ണിൽ അഹങ്കാരത്തോടെ നടക്കുമ്പോൾ അവൻ മറന്നുപോയ ചില മുന്നറിയിപ്പുകളുണ്ട്. ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ കഴിയാത്ത പ്രകൃതിയുടെ സംഹാരതാണ്ഡവം. അന്ത്യനാളിന്റെ മഹാ അടയാളങ്ങളിൽ 4, 5, 6 സ്ഥാനങ്ങളിലായി വരുന്ന ആ ഭയാനകമായ പ്രതിഭാസങ്ങളാണ് 3 ഭൂമി പിളരലുകൾ. ഇത് വെറും ഒരു ഭൂകമ്പമല്ല, മറിച്ച് ഭൂമി അതിന്റെ മക്കളെ വിഴുങ്ങാൻ വാ പിളർത്തുന്ന നിമിഷങ്ങളാണ്. കിഴക്കും പടിഞ്ഞാറും അറേബ്യൻ മണലാരണ്യവും ഒരേപോലെ നടുങ്ങാൻ പോകുന്ന ആ വാർത്തയെക്കുറിച്ച് നമുക്ക് വിശദമായി നോക്കാം. ലോകത്തിന്റെ കിഴക്കൻ ദിക്കുകളിൽ സൂര്യൻ ആദ്യം ഉദിക്കുന്ന ഭൂഖണ്ഡങ്ങളിൽ ഒരു അസാധാരണമായ ശാന്തതയോടെയായിരിക്കും ആ ദിവസം തുടങ്ങുന്നത്. എന്നാൽ ആ ശാന്തത ഒരു വലിയ കൊടുങ്കാറ്റിന് മുൻപുള്ളതായിരുന്നു. ആദ്യം കേൾക്കുന്നത് കാതടിപ്പിക്കുന്ന ഒരു മുഴക്കമായിരിക്കും. അത് അന്തരീക്ഷത്തിൽ നിന്നല്ല, മറിച്ച് ഭൂമിയുടെ ഏറ്റവും ആഴമേറിയ പാളികളിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഭൂഗർഭ ശാസ്ത്രജ്ഞരുടെ യന്ത്രങ്ങൾക്കും പ്രവചിക്കാനാവാത്ത വിധം വേഗത്തിൽ ഭൂമി വിറക്കാൻ തുടങ്ങും. ഇതൊരു സാധാരണ ഭൂകമ്പമല്ല, മറിച്ച് ഭൂമി അതിന്റെ അടിത്തറയിൽ നിന്ന് പിളരുന്ന ശബ്ദമാണ്. കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ ഭൂമിയിൽ മൈലുകളോളം നീളത്തിൽ ഭീമാകാരമായ വിള്ളലുകൾ രൂപപ്പെടും. ഒരു സാധാരണ ഭൂകമ്പത്തിൽ കെട്ടിടങ്ങൾ കുലുങ്ങി വീഴുകയാണെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് ഭൂമി തന്നെ നെടുകെ പിളർന്ന് താഴേക്ക് വലിയൊരു അഗാധഗർത്തം രൂപപ്പെടുകയാണ്. നഗരങ്ങളിലെ റോഡുകൾ പകുതിയായി മുറിയും, പർവ്വതങ്ങൾ 2ആയി പിളരും. ഈ വിള്ളലിലേക്ക് കിലോമീറ്ററുകളോളം ചുറ്റളവിലുള്ള നഗരങ്ങൾ നിശബ്ദമായി താഴ്ന്നു പോകും. ആധുനിക മനുഷ്യൻ അഭിമാനത്തോടെ കെട്ടിപ്പൊക്കിയ വലിയ പാലങ്ങളും അമ്പരചുംബികളായ കെട്ടിടങ്ങളും കളിപ്പാട്ടങ്ങൾ പോലെ ആ ഗർത്തത്തിലേക്ക് മറയും. രക്ഷപ്പെടാൻ ഓടുന്ന മനുഷ്യർക്ക് മുന്നിൽ ഭൂമി തന്നെ വലിയൊരു ചതിക്കുഴിയായി മാറും. സമുദ്രജലം ഈ വിള്ളലുകളിലേക്ക് ഇരച്ചു കയറുന്നതോടെ വലിയ സുനാമികളും ഇതിന്റെ കൂടെയുണ്ടാകും. ഈ പ്രതിഭാസം ഒരു പ്രത്യേക രാജ്യത്ത് മാത്രം ഒതുങ്ങുന്നതല്ല. കിഴക്കൻ മേഖലയിലെ വലിയൊരു ഭാഗത്തെ ഇത് വിഴുങ്ങും. ഈ അടയാളം കാണുന്നതോടെ വിശ്വാസികൾ തിരിച്ചറിയും, ഇത് ദജ്ജാലിന്റെയും ഈസാ നബിയുടെയും കാലഘട്ടത്തിന് ശേഷം ലോകം അതിന്റെ പൂർണ്ണമായ അന്ത്യത്തിലേക്ക് നീങ്ങുന്നതിന്റെ 4ാമത്തെ വലിയ പടിയാണെന്ന്. മനുഷ്യന്റെ അഹങ്കാരമെല്ലാം ആ അഗാധഗർത്തങ്ങളിൽ ഹോമിക്കപ്പെടും. ലോകം ഇന്നുവരെ കണ്ടിട്ടുള്ള എല്ലാ പ്രകൃതിക്ഷോഭങ്ങളെക്കാളും വലുതും ഭയാനകവുമായിരിക്കും കിഴക്കൻ ദിക്കിലെ ഈ ഭൂമി പിളരൽ. കിഴക്കൻ ദിക്കിലെ മഹാദുരന്തം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ ലോകത്തിന്റെ മറുഭാഗത്ത്, അതായത് പടിഞ്ഞാറൻ ദിക്കിൽ അടുത്ത പിളരൽ സംഭവിക്കും. കിഴക്കിന്റെ തകർച്ചയെക്കുറിച്ച് ശാസ്ത്രലോകം ചർച്ച ചെയ്യുന്നതിനിടയിലാണ് പടിഞ്ഞാറൻ ദിക്കിലെ ഭൂഖണ്ഡങ്ങൾ പിളരാൻ തുടങ്ങുന്നത്. പടിഞ്ഞാറൻ നാടുകളിലെ വമ്പൻ നഗരങ്ങൾ, വികസിത രാജ്യങ്ങൾ എന്നിവയെല്ലാം ഒരുപോലെ പ്രകമ്പനം കൊള്ളും. കടലിനടിയിൽ നിന്നുള്ള ശക്തമായ പിളരലുകൾ കാരണം കൂറ്റൻ തിരമാലകൾ കരയിലേക്ക് ഇരച്ചു കയറും. ഭൂമി നെടുകെ പിളരുമ്പോൾ അഗ്നിപർവ്വതങ്ങൾ പുകയുന്നത് പോലെ വിള്ളലുകളിൽ നിന്ന് ചൂടുവാതകങ്ങൾ പുറത്തേക്ക് വരും. ആധുനികതയുടെ പ്രതീകങ്ങളായ ടെക്നോളജി ഹബ്ബുകളും വലിയ പാലങ്ങളും നിമിഷനേരം കൊണ്ട് ഭൂമി വിഴുങ്ങും. മനുഷ്യൻ എവിടെ അഭയം പ്രാപിക്കണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന നിമിഷങ്ങളാണിത്. പ്രകൃതിയുടെ നിയമങ്ങൾ പൂർണ്ണമായും തകിടം മറിഞ്ഞതായി ലോകം ഉറപ്പിക്കും. ഏറ്റവും ഒടുവിലായി അറേബ്യൻ ഉപദ്വീപിനെ വിറപ്പിച്ചുകൊണ്ട് 3ാമത്തെ വലിയ ഭൂമി പിളരൽ സംഭവിക്കുന്നു. ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ മണൽ കൂമ്പാരങ്ങൾ പോലെ തകർന്നു വീഴും. മരുഭൂമിയിലെ മണൽ പരപ്പുകൾക്കിടയിലൂടെ വലിയ വിള്ളലുകൾ രൂപപ്പെട്ട് നഗരങ്ങളെ ഉള്ളിലേക്ക് വലിച്ചെടുക്കും. ഇതോടെ ഭൂമി പിളരുന്ന 3 മഹാ അടയാളങ്ങളും പൂർത്തിയാകും. ഇത് വെറും ഒരു പ്രകൃതിക്ഷോഭമല്ല, മറിച്ച് ഭൂമിയുടെ വിഭജനമാണ്. ഈ 3 സ്ഥലങ്ങളിലും ഒരേ സമയം വലിയ ജനവിഭാഗങ്ങൾ ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു പോകുമെന്നാണ് പറയപ്പെടുന്നത്. ഇതിനുശേഷം ഭൂമിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. മനുഷ്യന്റെ അധികാരവും സാങ്കേതിക വിദ്യയും നിസാരമാണെന്ന് തെളിയിക്കപ്പെടുന്ന നിമിഷങ്ങളായിരിക്കും ഇത്. കിഴക്കും പടിഞ്ഞാറും അറേബ്യയും ഒരുപോലെ പിളർന്നു കഴിഞ്ഞു. ഭൂമി അതിന്റെ മക്കളെ വിഴുങ്ങിക്കൊണ്ട് അന്ത്യത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുകയാണ്. ഈ 3 പ്രകമ്പനങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്നത് ഇതിലും ഭയാനകമായ അടയാളങ്ങളാണ്. ആകാശത്തെ വിഴുങ്ങുന്ന പുകയും പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്ന സൂര്യനും ഇനി നമ്മുടെ കൺമുന്നിലെത്തും. ലോകം അതിന്റെ അവസാനത്തിലേക്ക് അടുക്കുകയാണ്.
തുടർന്നുള്ള വീഡിയോസ് കാണുവാനായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.